മണിപ്പൂരിലേക്ക് കൂടുതൽ കേന്ദ്രസേന എത്തുന്നു. അടുത്തിടെ നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെയും കുട്ടികളെയും പറ്റി ഒരു വിവരവുമില്ല. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാരണം കേന്ദ്രസേന കൂടുതലായി തന്നെ മണിപ്പൂരിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട്. ദേവിക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണിപ്പൂരിൽ വീണ്ടും സംഘർഷ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേധി ക്യാമ്പിൽ നിന്നും 3 കുട്ടികളെയും 3 സ്ത്രീകളെയും കാണാതായ സംഭവമുണ്ടായി. ഇത് കുക്കി വിഘടനവാദ ശക്തികളാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നാണ് ലഭ്യമാകുന്ന സൂചന. മാത്രമല്ല, ഈ മേധി ക്യാമ്പിൽ 2 മുതിർന്ന പൗരന്മാരെ ചുട്ടുകൊല്ലുകയും ചെയ്ത സംഭവം നടന്നു. അതിനാൽ മുൻപ് നടന്നതുപോലെ, കഴിഞ്ഞ വർഷം സംഭവിച്ചതുപോലെ മണിപ്പൂരിൽ വ്യാപകമായ ഒരു കലാപം നടക്കാതിരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 20 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ കൂടുതലായി മണിപ്പൂരിൽ വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യം മണിപ്പൂർ സർക്കാരിനെ അറിയിക്കുകയും ഈ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൽ 15 കമ്പനി CRPF അസോമിൽ നിന്നും മണിപ്പൂരിലേക്ക് പോകും. 5 കമ്പനി BSF ത്രിപുരയിൽ നിന്നും മണിപ്പൂരിലേക്ക് പോകും. ഈ രീതിയിലുള്ള വ്യവസ്ഥയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ നടത്തിയിരിക്കുന്നത്.